ഇന്ന് ശരിക്കും ഡൽഹി നാടകീയമായിരുന്നു. അത്യാവശ്യം മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്കെങ്കിലും. കാര്യം AICC ഒക്കെ ഇതൊക്കെ അത്രയും വലിയ ഗൗരവത്തിലെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. കാര്യം ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗെയിം ആയതുകൊണ്ട്. എങ്ങനെയാണ് ദിലീപ് ഇതിനെ നോക്കിക്കാണുന്നത്? ആ നാടകം ഇതുവരെ തീർന്നിട്ടില്ല. നാടകം ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇന്ന് ഡൽഹിയിൽ ഉയർന്നതും അതുതന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ കേരളത്തിൽ നിന്ന് പോലും. നേരത്തെ SKN ആമുഖമായി പറഞ്ഞതുപോലെ AK ആന്റണി ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയെ വിളിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടന്നതിന് പ്രധാനപ്പെട്ട കാരണം കെ സുധാകരന് സീറ്റുണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം MP ആണ്. MP-മാർക്ക് ഇത്തവണ സീറ്റ് നൽകേണ്ടതില്ല, അവരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നയം നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്നു. അതിന് ഭിന്നമായി കെ സുധാകരൻ മത്സരിക്കണം എന്ന വാശി പിടിക്കുകയാണ്. നേരത്തെ തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ ഇറക്കിവിട്ടതിൽ കെ സുധാകരനുള്ള ഒരു അമർഷമുണ്ട്. അതുകൂടി ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇപ്പോൾ തീർത്ത് കളയൂ എന്നും അദ്ദേഹം സൂക്ഷിക്കണം. അതെ, കെ സുധാകരന്റെ പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. ഓക്കെ, അസിത, എങ്ങനെയുണ്ട് നാടകം കണ്ടിട്ട്? കാരണം നമ്മളിത് വലിയൊരു വെടിപൊട്ടിക്കലും ഒക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോഴും ഈ ഡൽഹി എന്ന് പറയുന്ന വലിയ തലസ്ഥാന നഗരത്തിൽ ഇതൊക്കെ വലിയ വാർത്തയാകുന്നുണ്ടോ എന്ന് എനിക്ക് ന്യായമായും സംശയമുണ്ട്. കാരണം ഇതൊരു രാഷ്ട്രീയ ഗെയിമാണ്. അവരെന്തായാലും ഗുഡ്സ് ട്രെയിന് തലവെക്കാൻ തീരുമാനിക്കുന്നില്ല. SKN ഞാൻ ആലോചിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അധപ്പതനത്തിന്റെ പൂർണ്ണമായ രൂപം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് കാണുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് SKN ഒരു ദിവസത്തിനകം 24 മണിക്കൂറിനകം ഇത്രയധികം വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസിനല്ലാതെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. കെ സുധാകരൻ സീറ്റില്ലെങ്കിൽ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുകയാണ്. കെ സുധാകരന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്കും സീറ്റ് വേണം, ഞാനിതാ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് പ്രഖ്യാപിച്ച പിന്തുണ പിൻവലിക്കുന്നുവെന്ന് UDF-ന്റെ കൺവീനർ പറയുകയാണ്. സീറ്റ് കൊടുക്കാമെന്ന ഉറപ്പിൽ പ്രഖ്യാപിച്ച രാജി KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ പിൻവലിച്ചു എന്ന് കേൾക്കുകയാണ്. സീറ്റില്ലെങ്കിൽ വിമതനായി മത്സരിക്കുമെന്ന് പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA പറയുകയാണ്. സീറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് NDA ക്യാമ്പിൽ പോയി മത്സരിക്കുകയാണ് KPCC ജനറൽ സെക്രട്ടറി. അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം വിസ്മയങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നതാണ് പറയുമ്പോൾ LDF-ലെ സ്ഥിതിഗതികൾ അത്ര ആശാവകമാണോ? നമ്മളിപ്പോ ഞാൻ ചിലപ്പോൾ ഇൻഡോറിൽ ഉപയോഗിക്കാറുള്ള വാക്കാണ്. SKN ചിലപ്പോൾ പറഞ്ഞേക്കാം, അല്ലാതെ KR ഗോപികൃഷ്ണൻ പി.ദിലീപ് അക്ഷരോടി സംസാരിച്ച് പറയാത്ത വാക്കാണ് അലമ്പ് എന്ന് പറയാറുണ്ട്. അലമ്പ് എന്ന് പറയുന്ന പോലെ എന്നുപോലെ SKN അലമ്പാണ്, അടിമുടി അലമ്പാണ്. ഇപ്പോഴും അതിൽ ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല. SKN നോക്കണം, നാളെ പെരുന്നാളിന്റെ അവധിയാണ്, ഞായറാഴ്ച പൊതു അവധിയാണ്. ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 3 ദിവസം മാത്രമേ ഉള്ളൂ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇനി സ്ഥാനാർത്ഥി പട്ടിക വരണം, അവർക്ക് ഈ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കണം. പേപ്പറുകൾ പൂർത്തിയാക്കി അന്തിമഘട്ടത്തിൽ എല്ലാം കൂടി ഓടിച്ചാടി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ കഴിഞ്ഞ തവണ ഒരു BJP സ്ഥാനാർത്ഥി ഒപ്പിടാൻ മറന്നു സമർപ്പിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നമുണ്ട്. പോട്ടെ, അത് അവർ ചെയ്യുമെന്ന് വിചാരിക്കാം. SKN ഓർത്ത് നോക്കൂ, ഇത് അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പഠിച്ച് പാഠഭാഗങ്ങൾ മറന്നുപോയ ഒരു കുട്ടിയെ പോലെ കോൺഗ്രസ് പെരുമാറുന്നുണ്ട്. ഇപ്പോഴും തീരുമാനമാകുന്നില്ല. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വരുമെന്ന് പറഞ്ഞു, 2 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കെ സുധാകരൻ മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നത് കെ സുധാകരൻ മത്സരിക്കത്തില്ല എന്നാ പറയുന്നത്. SKN എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പൊ കോൺഗ്രസ് അടപടലം പ്രശ്നമാണ്, ഇത് മഹാനാണക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇത് എല്ലാ കാലത്തും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ തന്നെ. SKN എല്ലാ കാലത്തും കോൺഗ്രസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അവസാന ഘട്ടം പൊട്ടിത്തെറി ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കെ കരുണാകരൻ ഇടപെട്ട് ബലം പിടിച്ച് നിർത്തിയ ഫീൽഡ് ചെയ്ത സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയും മാലത്ത് സരളാദേവി അടക്കം ആൾക്കാരെ നിർത്തുകയും അവരെ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത വലിയ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഈ സോക്കോൾഡ് അലമ്പിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഇത് പൂർത്തിയാക്കി ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക വന്ന എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ദീർഘനാൾ സമയം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തീരെ സമയമില്ല. ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ പൊട്ടിത്തെറി ശമിപ്പിക്കാനും അല്ലെങ്കിൽ മുറിവുണ്ടായാൽ ഒരു മരുന്ന് തേച്ച് അത് ഉണക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഒറ്റ പറഞ്ഞ അവസ്ഥ. SKN ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ പവർ ബോഡിയാണ്. SKN ഈ സ്ഥാപനത്തിന്റെ മേധാവിയാണ്, അല്ലേ? ആണ്. SKNോട് നമ്മൾ തമാശ പറയുന്നത് ശരിയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ SKN ഞങ്ങളുടെയൊക്കെയുള്ള SKNോട് ഒരു ഭയമുണ്ട്, ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ട്, ഉണ്ടാവണം. SKN ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ SKN ഈ സ്ഥാപനത്തിന്റെ മേധാവിയാണ് എന്ന് പറയുന്ന പോലെ ഹൈക്കമാൻഡിനോടും ഒരു പാർട്ടി എന്നുള്ളത് അതിനോടൊരു ഭയഭക്തി ബഹുമാനം ഉണ്ടാവണം. SKN പറയുന്ന ഒരു തീരുമാനം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥാപനത്തിൽ തുടരാൻ യോഗ്യനല്ല, അല്ലെന്നുണ്ടെങ്കിൽ SKN എന്റെ മേധാവിയാക്കി യോഗ്യൻ. അതാണ് അർത്ഥം. രണ്ടിലൊന്ന്. ഹൈക്കമാൻഡ് അപ്പോ രാഷ്ട്രീയ പാർട്ടി ഈഗോ ഉണ്ട്, ഹൈക്കമാൻഡ് ഒരു പവർ ഉണ്ട്. ആ പവർ സ്ട്രക്ചറിനെ പവർ അസെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറയാം SKN അസെപ്റ്റ് ചെയ്യണം.
കെ സുധാകരൻ പക്ഷേ സിയാണ് ഒരു അവിടുത്തെ വലിയ നേതാവാണ്. പൊളിറ്റിക്കൽ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ അങ്ങനൊരു ഒരു സംഭവം ഉണ്ടോ? ഏതെങ്കിലും ഒരു മോറലോ അല്ലെങ്കിൽ ഒരു ഈഗോയോ ഒക്കെ ആണോ പ്രധാനം? അപ്പൊ കാരണം ഇതുകൊണ്ട് കേരളത്തിലെ നിയമസഭയിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നേട്ടം അവർ നഷ്ടപ്പെടുമെങ്കിൽ അവർ പ്രാക്ടിക്കൽ തീരുമാനമല്ലേ എടുക്കേണ്ടത്? അല്ല, ഒറ്റ കാര്യം, ഇപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് വെല്ലുവിളിച്ച് ഞാൻ പാർട്ടി വിടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ പാർട്ടി ഉണ്ടാക്കി ഞാൻ മത്സരിപ്പിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച തീരുമാനത്തിൽ നിന്ന് മാറ്റിക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡ് ഇല്ലല്ലോ എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.